ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയാസിൽ പോയിട്ട് ഞാനിതാ ഈ ഒരു ഇമേജ്, വേറൊരു ഇമേജും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 0.45 സെക്കൻഡ്സിലാണ് ഞാൻ അവിടെ ഒരു ഇമേജ്, രണ്ടാമത്തെ ഇമേജ് ആഡ് ചെയ്തിട്ടുള്ളത്. ശേഷം ഈ ഇമേജ് ഞാൻ ഇവിടുന്ന് വന്ന് കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതുപോലെ താഴേക്ക് സെറ്റ് ചെയ്യുക. ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് നേരത്തെ ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യുക. ശേഷം നമ്മളത് എനേബിൾ ഓവർഷൂട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്ക് അത് സെറ്റ് ആയിട്ടുണ്ട്. ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നല്ലോണം നമ്മളൊന്ന് സൂം ചെയ്ത് കൊടുക്കാം. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് വരാം. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഇവിടെ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വന്നിട്ട് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. ശേഷം മിറർ വന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സൂം ട്രാൻസിഷനോ അതുപോലെ തന്നെ ഒരു സ്ലൈഡ് ട്രാൻസിഷനോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്ലിപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. നമ്മളിവിടെ സ്കെയിൽ ടൂൾ പോയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കീ ഫ്രെയിം, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലാണ് ആഡ് ചെയ്യേണ്ടത്. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഇതുപോലെ രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്യാം. ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ മുകളിൽ നിന്ന് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം രണ്ട് കീ ഫ്രെയിമിൽ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു കർവ് സെറ്റ് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം. ഈ ഒരു കർവ് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വരാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ വീണ്ടും എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മിറർ വന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതാ ഇതുപോലെ നമുക്കൊരു സ്ലൈഡ് ട്രാൻസിഷൻ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. ഏകദേശം ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗം വരെ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട്. ഓക്കെ, ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. ഫിൽ സ്ക്രീൻ ആയാലും കൊടുത്താൽ മതി. നമ്മൾ 1:1 കൊടുത്തുകൊണ്ട് സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുത്താലും ഫിൽ സ്ക്രീൻ കൊടുത്താലും ഒരുപോലെ ആയിരിക്കും. ശേഷം നമ്മൾ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ മാറ്റേ മാസ്കിൽ പോയിട്ട് വൈപ്പ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം എൻഡിൽ വരാം. എൻഡിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ ഒന്ന് 50 ആക്കി കൊടുക്കാം. ഓക്കെ, 50 ആക്കിയതിന് ശേഷം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം അത് എൻഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. ശേഷം വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ഓക്കെ, 0 ആക്കി കൊടുക്കുക. ശേഷം ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യാം. ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഈ ഒരു കർവ് വന്ന് നമ്മളൊന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇമേജും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മാർക്കൊക്കെ ഞാൻ കളയുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇമേജ് ആഡ് ചെയ്യേണ്ട മാർക്ക് മാത്രം വെക്കുന്നുണ്ട്. ഓക്കെ,
ഞാൻ ഇതിലേക്ക് കുറച്ച് ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇമേജ്, രണ്ടാമത്തത്, മൂന്നാമത്തത്, ഇതുപോലെ 3 ഇമേജ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശേഷം നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിവിടെ എൻഡിൽ വന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എൻഡിൽ വന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്താൽ മതി. ശേഷം നമ്മൾ സെക്കൻഡ് ക്ലിപ്പ് വന്നിട്ട് ഒരു 1 പോയിൻ്റ് ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ക്ലിപ്പ് വന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ശേഷം നമ്മൾ ഒന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ എൻഡ് വരെ സെറ്റ് ചെയ്യണം. ഓക്കെ, ശേഷം നമ്മളിത് ഇതുപോലെ സൂം ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം നേരത്തെ വിട്ടുപോയി. നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് മാസ്കിൽ ഈ ഒരു മാസ്ക് കൊടുക്കണം. മാസ്ക് അല്ല, ഈ ഒരു മാസ്കിൽ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ അടിയിലേക്ക് വന്നാൽ അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. അൺഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഇതുപോലെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇമേജും ഇനി ഓരോ ഭാഗത്തേക്കായി സെറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ഇമേജ് മുകളിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം ഈ രണ്ടാമത്തെ ഇമേജ് നമ്മൾ ഈ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു സൈസ് ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതുപോലെ 3 ഞാൻ ഒരുപോലെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഒരു സൂം ട്രാൻസിഷൻ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഫുള്ള് സൂം ഔട്ട് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു അടുത്ത ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് അടുത്ത കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നേരത്തെ സെറ്റ് ചെയ്ത പോലെ 0ലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ആ ഒരു ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ഇമേജിൽ സെറ്റ് ചെയ്യുക. നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതാ ഇപ്പം ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ റിവ്യൂ കണ്ട പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് ആ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമും സൂം ട്രാൻസിഷനൊക്കെ ആഡ് ചെയ്ത് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ഈ ഒരു സർക്കുലർ റിപ്പിൾ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് നമ്മൾ 1ലേക്ക് സെറ്റ് ചെയ്യാം. ഫ്രീക്വൻസി ഒന്ന് നമ്മളൊരു 1ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം സ്ട്രെങ്ത്ത് വരാം. സ്ട്രെങ്ത്തിൽ വന്ന് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതിന് മുമ്പത്തെ ഞാൻ ആ ഫേസ് വന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് -1ലേക്ക് സെറ്റ് ചെയ്യാം.
ഓക്കെ. ശേഷം റേഡിയസ് നമ്മൾ ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. പകരം നമ്മൾ ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ശേഷം നമ്മൾ സ്ട്രെങ്ത്തിൽ വരാം. സ്ട്രെങ്ത്തിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ നല്ലോണം ഇൻക്രീസ് ചെയ്യുക. 0.745 ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ. ഈ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്യുക. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ നമുക്കിതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ശേഷം നമ്മൾ ആ ഒരു ലെയർ വീണ്ടും സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് ഈ ഒരു മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മളിനി നമുക്കിതിലെല്ലാത്തിലും ഈ ഒരു 3 ഇമേജിലും നമ്മൾ ആ ഒരു മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. ശേഷം ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ബാക്കി 2 കൂടി ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ഇമേജിന് ജസ്റ്റ് നമ്മളൊരു മൂവ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു റെക്റ്റാങ്കിൾ വരുന്നത്, അതായത് ഈ ഒരു വൈപ്പ് വരുന്ന സമയത്ത് തന്നെ ചെറിയൊരു മൂവും കൂടി ഈ ഒരു ഇമേജിന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൂവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സ് പോവുക, നമ്മളിവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഈ ഒരു ഓഫ്സെറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. നമ്മളിവിടെ 1 സെക്കൻഡിൽ വന്ന ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഈ ഒരു 2 സെക്കൻഡിൽ വന്ന ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ. ശേഷം അതിൻ്റെ എക്സ് വാല്യൂ ആണ് മാറ്റേണ്ടത്. നമ്മൾ അതിൻ്റെ എക്സ് വാല്യൂ നിങ്ങൾ ഏതൊരു ഭാഗത്ത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ഇമേജ് ഈ ഒരു രീതിയിൽ വരുന്ന ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷം 2 കീ ഫ്രെയിമും ഫസ്റ്റിലേക്കും എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ആ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു ഗ്രാഫല്ല, സോറി, നമ്മൾ ഏകദേശം ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. ഓക്കെ. ഈ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ ഏത് ഗ്രാഫാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്യേണ്ടത് ഇവിടെയും. ഓക്കെ. ഞാൻ അത് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ ഒരു അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു ഓഫ്സെറ്റ് ടൈൽസിന് മുകളിലായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ആഡ് എഫക്ട്സിൽ പോയിട്ട് നമ്മൾ മോഷൻ ബ്ലറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫുൾ വർക്ക്, അതായത് നമ്മുടെ ആ ഒരു പ്രിവ്യൂ കണ്ട ട്രാൻസിഷൻ്റെ ഫുൾ വർക്ക് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്രിവ്യൂ കണ്ടിട്ട് വരാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഗ്രൂപ്പ് ചെയ്തെടുക്കാം. ലാസ്റ്റത്തെ വർക്കാണ്. ഇനി നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്തിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക. എല്ലാ ലെയറും, അതായത് റെക്റ്റാങ്കിളും എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ഫുള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.